8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിന് സമീപം മിഖ്യോണവള്ളികൾ വ്യാപകം. കൊട്ടൻ ചോക്കാടൻ വനമേഖല നാശത്തിന്റെ വക്കിൽ. കൊട്ടൻ ചോക്കാടൻ മലവാരങ്ങളിൽ തോട്ടപ്പയർ ഇനത്തിൽപ്പെട്ട മിഖ്യോണവള്ളികൾ വ്യാപകമായി. തോട്ടങ്ങളിൽ പുല്ലും കുറ്റിക്കാടുകളും ഇല്ലാതാക്കാനും മണ്ണിൽ ഈർപ്പവും പ്രകൃതിദത്തവുമായ നൈട്രജൻ വളവും നൽകുന്നതിനും വേണ്ടിയാണ് മിഖ്യോണവള്ളികൾ ഉപയോഗിക്കുന്നത്. എന്നാൽ 40 സെന്റ് വനമേഖല നാശത്തിന്റെ വക്കിലായി. ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന അധിനിവേശ വള്ളിയുടെ വളർച്ച വളരെ വേഗത്തിലാണ് നടക്കുന്നത്. നിരവധി ഏക്കറുകളിലെ സ്വാഭാവിക വനത്തെ ഇതിനകം വള്ളികൾ മൂടിക്കഴിഞ്ഞു. ഈ പ്രദേശത്തെ അടിക്കാടുകൾ മാത്രമല്ല, വൻമരങ്ങളും ഔഷധ സസ്യങ്ങളുമെല്ലാം മിഖ്യോണവള്ളി വിഴുങ്ങിയിരിക്കുകയാണ്. വൻമരങ്ങളിൽ പടർന്നു കയറുന്ന വള്ളികൾ അധികം വൈകാതെ മരങ്ങളെ ഇല്ലാതാക്കി കളയും. വൻകിട റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാട് നശിപ്പിക്കുന്നതിനായി ഈ വള്ളികൾ മുമ്പ് തന്നെ ഉപയോഗത്തിലുണ്ട്. റബ്ബർ മരങ്ങൾ വലുതാകുമ്പോൾ തോട്ടങ്ങളിലെ വള്ളികൾ നശിപ്പിക്കാറാണ് പതിവ്. എന്നാൽ വനമേഖലയിൽ കയറി കൂടുന്ന വള്ളികൾ അനിയന്ത്രിതമായതോടെ വളർന്ന് വ്യാപിക്കുകയാണ്. അതിവേഗത്തിലാണ് ഇതിന്റെ വളർച്ചയെന്നതാണ് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്നത്. വനത്തോട് ചേർന്ന റബ്ബർ തോട്ടങ്ങളിൽ നിന്നാണ് മിഖ്യോണവള്ളി വനത്തിലേക്ക് പടർന്നു പിടിച്ചത്. വള്ളികൾ പിഴുതുമാറ്റുന്നതിനായി വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടികളൊന്നും ഉണ്ടാവാറില്ല. പെടയന്താൾ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകരും ചോക്കാട് വനസംരക്ഷണ സമിതി പ്രവർത്തകരും പലപ്പോഴായി വള്ളികൾ വെട്ടിമാറ്റാറുണ്ട്. അതൊന്നും വ്യാപനം തടയാൻ സാധ്യമാകുന്നില്ല. ഔഷധ സസ്യങ്ങളുടെ വ്യാപക നാശത്തിന് കാരണമാകുന്നതോടൊപ്പം അടിക്കാടുകൾ നശിക്കുന്നത് മൂലം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും താളം തെറ്റാനിടയാകും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.